ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു വെച്ച ഫോം എന്ന ടൂളിൽ നിന്നും ബാക്കി വരുന്ന കുറച്ച് ടൂളുകളെ കുറിച്ചാണ്. ഇതുവരെ നമ്മൾ ഓൺലി HTML വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. HTML5 വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് HTML ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനും അതേപോലെ അപ്ഡേറ്റഡ് വേർഷനുമായ HTML5 എന്നതിൽ നമുക്ക് ഫോമുകൾ കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനും കുറച്ചുകൂടി ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും നമുക്കതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എങ്ങനെ HTML5 വെച്ചിട്ട് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു കളർ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്കൊരു ബോക്സിൽ നിന്നും ഒരു പ്രത്യേകം പാർട്ടിക്കുലർ കളർ നമുക്ക് സെലക്ട് ചെയ്യാനും അതെങ്ങനെയാണ് വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഇൻപുട്ട് ടൈപ്പിൽ വരുന്ന കളർ എന്ന ഭാഗം എങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, HTML5 ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡോക് ടൈപ്പ് എന്ന ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. HTML ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡോക് ടൈപ്പ് HTML എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് ടൈപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യം തന്നെ ഒരു ലേബൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ലേബൽ. ഓക്കെ, ഈ ലേബലിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. പിക്ക് യുവർ ഫേവറേറ്റ് കളർ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ രണ്ട് ഇൻപുട്ട് ടൈപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ലൈൻ വരാൻ വേണ്ടി ബ്രേക്ക് എന്ന ടാഗ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് കളർ എന്ന ടാഗ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, കളർ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി കളറിന് നമുക്ക് എന്താണോ നെയിം വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയിം ഇഷ്ടമുള്ള നെയിം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പ് ലിങ്ക് എന്ന് ഞാൻ നെയിം ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് വാല്യൂ, നമുക്ക് താൽക്കാലികമായിട്ട് വാല്യൂ ഏതാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു HTML കളർ കോഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇഷ്ടമുള്ള കളർ കോഡ് ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ഒരു കളർ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് കളർ കോഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താണോ സ്ക്രീനിൽ നമുക്ക് ടെക്സ്റ്റ് കാണേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പ് ലിങ്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എൻ്റർ അടിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത് കളറാണ്. ഞാൻ ഒന്നാമത്തെ കളർ ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ രണ്ടാമത്തതും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തേത് നമ്മൾ അപ്പ് ലിങ്ക് എന്ന ലിങ്കാണ് ചേർത്ത് കൊടുത്തത്. രണ്ടാമത്തേത് നമുക്ക് ഡൗൺ ലിങ്ക്, ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഡൗൺ ലിങ്ക് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് വാല്യൂ വരുന്ന കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ഒരു കളർ കോഡ് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിത് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുകയാണ്. നമ്മളിവിടെ ഫോം എന്ന ടാഗ് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ഞാനിവിടെ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫോം എന്ന ഭാഗം ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത് ഏറ്റവും അവസാനത്തേക്കും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്തു. നമ്മളിത് റൺ ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ഫോൾഡറിൽ നമ്മളിത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോം എന്ന ടൂളായിട്ടാണ് അല്ലെങ്കിൽ ഫയലായിട്ടാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്ത പിക്ക് യുവർ ഫേവർ കളർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് കളറും നമുക്ക് കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിതിന്ന് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബോക്സ് തുറന്നു വരും. ഇതിൽ നിന്നും നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും കളർ നമുക്ക് ഇവിടെ കാണിച്ചു തരിക. ഇതിന്ന് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തതും അതേ രൂപത്തിൽ തന്നെ. ഇനി രണ്ടാമത്തത്. ഓക്കെ, ഇതിൽ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ അപ്പ് ലിങ്ക് എന്ന് കൊടുത്തത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഡൗൺ ലിങ്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് HTML-ലേക്ക് വേണ്ട കളറുകൾ ഏതാണോ കളർ വേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് HTML-ൽ കളർ എന്ന ടാഗ് ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് ടൈപ്പിൽ കളർ എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് എങ്ങനെ നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം. അതായത് ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും അതേപോലെ തന്നെ ഒരു എൻഡിങ് ഡേറ്റും എങ്ങനെ നമുക്ക് HTML ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും അതേപോലെ തന്നെ നമുക്ക് അവസാനത്തേക്ക് ഒരു എൻഡിങ് ഡേറ്റും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വന്ന് ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടുന്ന് ഒഴിവാക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡിങ് ഡേറ്റ് എന്താണോ ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡിങ് ഡേറ്റ് എന്നുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ഒരു ഇൻപുട്ട് ടൈപ്പിൽ ഒരു ഡേറ്റ് എന്നുള്ള ഫംഗ്ഷന് ചേർത്ത് കൊടുക്കാം. ഇൻപുട്ട് അപ്പോൾ ഡേറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഈ രൂപത്തിൽ വന്നിട്ടുണ്ടാവും. നമുക്കിതിന് എന്താണോ നെയിം വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് കൊടുക്കേണ്ട ചോയ്സ് ആണ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, പുതിയ ലൈന് വരാൻ വേണ്ടി നമ്മൾ BR എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ് നമ്മളിവിടെ വന്ന് ഒരു എൻഡിങ് ഡേറ്റും ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിന് നമ്മൾ എൻഡിങ് ഡേറ്റ് എന്ന് ചേർത്തു, നെയിം എൻഡിങ് ഡേറ്റ് എന്ന് ചേർത്തു. ഇവിടെ നമുക്ക് സ്ക്രീനിൽ എന്താണോ കാണേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബട്ടണ് നമ്മൾ പറഞ്ഞു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സബ്മിറ്റ് ബട്ടണാണ്. എന്താണോ നമുക്ക് സ്ക്രീനിൽ ടെക്സ്റ്റ് വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കാണിച്ചു തരും. ആദ്യത്തെ ബോക്സിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റും രണ്ടാമത്തേതിൽ എൻഡിങ് ഡേറ്റും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതിൽ നിന്നും നമുക്ക് ഇയറും അതേപോലെ മന്തും എല്ലാം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ വന്ന് നമുക്കിതിൽ എൻഡിങ് ഡേറ്റും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഏതാണോ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതേപോലെ തന്നെ നമുക്ക് എൻഡിങ് ഡേറ്റും ഈ രൂപത്തിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ഡേറ്റും അതേപോലെ തന്നെ എൻഡിങ് ഡേറ്റും സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അതായത് ഡേറ്റ് എന്ന ഫോർമാറ്റ് നമ്മളെ പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പിൽ ഡേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡേറ്റ് ടൈം ലോക്കൽ എന്ന ഫംഗ്ഷനാണ്. അതായത് നമുക്ക് ഡേറ്റും സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ടൈമും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ഡേറ്റ് ലോക്കൽ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഡേറ്റും ടൈമും നമുക്ക് വേണ്ട രൂപത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഡേറ്റ് ടൈം ലോക്കൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ഫോമിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലേബൽ ഞാൻ ചേർത്ത് കൊടുത്തു. ലേബലിൻ്റെ ഉള്ളിൽ ഞാൻ ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റിംഗ് ഡേറ്റ് എന്നോ മീറ്റിംഗ് ടൈം എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്താണോ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ടൈം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് നമ്മളിവിടെ വന്ന് ഇൻപുട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇൻപുട്ട് എന്നിട്ട് ഇവിടുന്ന് ഡേറ്റ് ടൈം ലോക്കൽ എന്നാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഓക്കെ, നെയിം നമുക്ക് ഇവിടെ വന്ന് എന്താണോ ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മീറ്റിംഗ് എന്ന് നെയിം ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിതൊന്ന് സേവ് ചെയ്തു. ഞാനിവിടെ വന്ന് സ്ക്രീന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡേറ്റ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈം നമുക്ക് ചോയ്സ് ഏതാണോ അത് നമുക്ക് ചേർത്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൽ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ വന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എറർ മെസ്സേജ് കാണിച്ചു തരും. കാരണം ഇതൊരു വാലിഡ് ഡേറ്റും ടൈമും അല്ല എന്നാണ് കാണിച്ചു തരുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതിൽ ഉപയോഗിക്കേണ്ടത് HTML5 വേർഷൻ മാത്രമേ ഈ കോഡ് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.